നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് എങ്ങനെ ഉണ്ണിമുകുന്ദനിട്ട് നല്ല ഒന്നാന്തരം പണി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത് പച്ചവെള്ളം പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഉണ്ണിമുകുന്ദൻ ഒരു പുതിയ പടം റിലീസായിട്ടുണ്ട്. അസഹിനിയ ബേബി എന്നുള്ള രീതിയിൽ അശ്വിൻ ഗോക്കി പടത്തിന് മാരക നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ചില കോണുകളിലൊക്കെ ഈ പടത്തിന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഈ പടം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ നമ്മുടെ കേരളത്തിൽ ചില ആൾക്കാർ പടം നാളെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്, ഈ പടം മഹാബോശമാണ്, സംഘം സ്റ്റാർ, സമാജം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാരൊന്ന് ചൊറിയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നമ്മൾ റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ പടം ഹിറ്റായിരുന്നു. ഈ ചൊറിഞ്ഞ ആൾക്കാർക്കൊക്കെ കിട്ടിയ വലിയ പണിയായിരുന്നു ഈ പടത്തിൻ്റെ ഹിറ്റ് എന്ന് പറയുന്നത്. മാരക ഹിറ്റായിരുന്നു. 15 സ്റ്റാറിലേക്ക് ഉണ്ണിമുകുന്ദൻ കയറി പോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇന്നിപ്പം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നൊരു പടം റിലീസായിട്ടുണ്ട്. ഈ പടത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല കേട്ടോ, ഇന്നാണ് ഇത് പടത്തിൻ്റെ റിലീസ്. നിങ്ങൾ അറിഞ്ഞായിരുന്നു? അപ്പോൾ ഇത് വലിയ പ്രൊമോഷനൊന്നും ഇല്ലായിരുന്നു. മാർക്കോ എന്ന് പറയുന്ന പടത്തിന് ശേഷം വരുന്ന ഉണ്ണിമുകുന്ദൻ്റെ ഒരു പടമാണ്, എന്നാലും വലിയ പ്രൊമോഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് ആ പടം റിലീസായിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഇന്ന് നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ ഒരു പുതിയ പടം വന്നിട്ടുണ്ട്. ആ പടം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. ഇന്ന് ഞാൻ പോയി കണ്ടായിരുന്നു. ഓഫീസർ എന്ന് പറഞ്ഞ പടം. ഫസ്റ്റ് ഹാഫിൽ കുഞ്ചാക്കോവനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലെ കുറച്ച് സീൻസൊക്കെയാണ് ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് എത്തിയില്ലെങ്കിലും പടം പോയി കണ്ട ഗംഭീര പടമാണ്. പോയി കണ്ടു നോക്കുക കേട്ടോ, നല്ല പടമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി റിവ്യൂ ഒന്നും പറയുന്നില്ല, ഇതിൻ്റെ കൂടെ ഒക്കെ പറഞ്ഞു വിട്ടേക്കാന്ന് വിളിച്ചേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പോയി കണ്ടു നോക്കുക, നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു പടം. അപ്പോൾ ഇന്ന് അസഹിനിയ ബേബി, ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ്റെ പടവുമായി ബന്ധപ്പെട്ട് അശ്വൻ ഗോക്കിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര ഭീകരമായ രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവാണ് അശ്വൻ ഗോക്ക് പറഞ്ഞത്. പക്ഷേ ഈ പടം കൊണ്ട കുറച്ച് ആൾക്കാർ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആദ്യം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ്റെ പടം പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദനെന്നും നിങ്ങൾ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇനി കാണില്ല ഉണ്ണിമുകുന്ദൻ്റെ പടം, അശ്വൻ ഗോക്ക് പറഞ്ഞ ശരിയാണ്, ഈ പടം മഹാബോറാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അശ്വന്തെന്നോ കൊക്കെന്നോ എന്തോന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരുടെ പേരാണ് കൂടുതൽ വരുന്നത് നമുക്ക് നോക്കാം. പോസിറ്റീവാണോ നെഗറ്റീവാണോ, അല്ലെങ്കിൽ ഈ പടം അഭിപ്രായം എന്താണ് നമുക്കും കൂടെ അറിയാമല്ലോ. എന്തായാലും ഈ പടം കണ്ടിട്ടുള്ള ആൾക്കാർ ഈ കൊക്കിൻ്റെ ഈ റിവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. 2 മണിക്കൂർ മുമ്പുള്ള ചില അഭിപ്രായങ്ങളൊക്കെ. കുറേ കാലത്തിന് ശേഷം ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഇതിന് നെഗറ്റീവ് പറയാൻ മാത്രം ഒന്നുമില്ല, ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്: ഞാൻ വലിയ താല്പര്യമില്ലാതെ പോയി കണ്ട സിനിമ കൊള്ളാലോ എന്നുള്ള രീതിയിൽ കമൻറ്റ് വരുന്നുണ്ട്. കോക്കിൻ്റെ വീഡിയോ കാണുമ്പോൾ ആ കമൻറ്റ് ബോക്സ് കൂടി വായിക്കണേ, കൊക്കിൻ്റെ കൊക്കൊടിഞ്ഞെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ കമൻറ്റ് വരുന്നത്. കാരണം ഈ കമൻറ്റ് ബോക്സ് ഫുൾ പടത്തിന് പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ്റെ പടത്തിന് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടവരെല്ലാം ഭീകരമായ രീതിയിൽ പോസിറ്റീവ് എടുക്കുമ്പോൾ കൊക്ക് പടത്തിന് നെഗറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. 100% എഗെയിൻസ്റ്റ് യുവർ റിവ്യൂ. പടം ഒരു ഡീസൻറ്റ് ഫീൽ ഗുഡാണ്. ഈ പറയുന്ന ഒന്നും തോന്നിയില്ല, പൈസ കിട്ടിയില്ലല്ലേ, മനസ്സിലായി. ഫാർ ബെറ്റർ ദാൻ ബ്രോമാൻസ് എന്ന് പറഞ്ഞാണ് പടം. ബ്രോമാൻസ് എന്ന് പറഞ്ഞ പടത്തിന് ഒരു പോസിറ്റീവായിരുന്നു അശ്വിൻ ഗോക്ക് കൊടുത്തത്. 100% ഇവൻ്റെ റിവ്യൂ ഇപ്പോൾ പെയ്ഡാണ്. നല്ല പടങ്ങളെ ഇവൻ ഇപ്പോൾ മോശം ആക്കുകയാണ്. ബ്രോമാൻസ് നല്ലത് പറഞ്ഞ് ഇവനിൽ നിന്നും മോശം പറഞ്ഞപ്പോൾ ഉറപ്പിക്കാം ഇത് കുഴപ്പമില്ലാത്ത പടമായിരിക്കും എന്നുള്ള രീതിയിൽ. ഇയാൾക്കൊക്കെ ഒരു വകതിരിവുമില്ല, വാപോയ കോടാലി പോലെ എന്തൊക്കെയോ കിടന്നു പറയുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പടം കണ്ടു, നല്ല പടമാണ്, നല്ല പടം കണ്ട് മനസ്സിലാക്കാൻ ഇവൻ്റെ റിവ്യൂ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. കൊക്കണ്ണൻ കിട്ടിയ പൈസക്കുള്ള പണി ചെയ്തു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇത് മൊത്തം നെഗറ്റീവാണല്ലോ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ പടം കണ്ടു കാണും എന്നുള്ള രീതിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഊള അല്ലേ ബ്രോമാൻസ് ആൻഡ് പൈങ്കിളി പോസിറ്റീവ് പറഞ്ഞു എന്നുള്ള രീതിയിൽ. പടം തിയേറ്റർ റെസ്പോൺസ് പോസിറ്റീവാണ്. ഇത് വിജയിക്കുമെന്ന് ഉറപ്പായി. പടം ഇപ്പോൾ കണ്ടതേ ഉള്ളൂ, പേഴ്സണലി എനിക്കിഷ്ടമായി എന്നുള്ള രീതിയിൽ ഈ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ ഏത് കഥാപാത്രവും ചെയ്താലും അങ്ങനെ പറയുന്നില്ല കേട്ടോ. ഉണ്ണിമുകുന്ദൻ എല്ലാ കഥാപാത്രവും പല കഥാപാത്രവും അങ്ങനെ ക്ലിയർ ആവാറില്ല എന്നൊരു അഭിപ്രായമാണ്. ബ്രോമാൻസ് ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞവനാണ്. ഇത് മൊത്തം നെഗറ്റീവാണ്, നിങ്ങളൊരു വ്യാജനാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. ബ്രോമാൻസ് സൂപ്പറാണെന്ന് പറഞ്ഞവന് ആരും ഇവൻ്റെ റിവ്യൂ ശ്രദ്ധിക്കാതെ പോയി കണ്ട് തീരുമാനിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. ഇത് മൊത്തം ആർക്കോ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞ പോലെയുണ്ട്. ഇയാൾ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ കൊള്ളില്ല, മോശം എന്ന് പറഞ്ഞാൽ ധൈര്യമായി പോയി കാണാം. സിനിമ ഇഷ്ടം ഓരോരുത്തരുടെയും താല്പര്യമാണ്. നല്ലൊരു പടമാണ്, ഇത്ര വലിയ നെഗറ്റീവ് പറയാനൊന്നുമില്ല. ധൈര്യമായി ടിക്കറ്റ് എടുത്തോ, കിടു മൂവിയാണ്. ഇത് കണ്ടവർ നല്ല സിനിമയാണ്, എല്ലാവരും നല്ല രീതിയിൽ അവരെ ഭാഗം സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ കണ്ടവരൊക്കെ ഭയങ്കര പോസിറ്റീവാണ് ഈ സിനിമയ്ക്ക് പറയുന്നത്. പക്ഷേ അശ്വിൻ ഗോക്കിന് ഇഷ്ടപ്പെട്ടില്ല.
അശ്വിൻ ഗോക്ക് ഈ സിനിമയെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർക്കോ സിനിമയ്ക്കൊക്കെ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ ആ റിവ്യൂ കണ്ടിട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട് തിയേറ്ററിലൊക്കെ. അപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞ് ഒരു പടത്തെ ഇല്ലാതാക്കാനൊന്നും അശ്വിൻ ഗോക്ക് ശ്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ റോമാൻ സിനിമയ്ക്ക് 15 ലക്ഷം രൂപ അശ്വിൻ ഗോക്ക് വാങ്ങി എന്നുള്ള രീതിയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അശ്വിൻ ഗോക്കിൻ്റെ റിവ്യൂ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സിനിമ കാണും. ചില സിനിമകൾക്ക് നല്ല സിനിമയൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പൊട്ടിയ പടത്തിനൊക്കെ പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ ഗോക്ക് പറഞ്ഞ എല്ലാ റിവ്യൂ പറഞ്ഞ സിനിമയും ഹിറ്റും ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ താല്പര്യം അനുസരിച്ച് പറഞ്ഞു എന്നുള്ളൂ. അല്ല ഉണ്ണിമുകുന്ദൻ്റെ ഈ ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വെറുതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഉണ്ണിമുകുന്ദൻ്റെ എന്ത് സിനിമ ഇറങ്ങിയാലും പറയും കൊള്ളില്ലെന്നൊക്കെ പറയും. അങ്ങനെ അശ്വിൻ ഗോക്ക് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ പൈസ മേടിച്ച് അശ്വിൻ ഗോക്ക് റിവ്യൂ പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ അശ്വിൻ ഗോക്കിന് ബഹളം വെക്കുന്നതിന് മുമ്പ് ഈ പ്രൊഡ്യൂസറുമായിട്ടൊക്കെ കച്ചറ ഉണ്ടാക്കുന്നതിന് മുമ്പ് നേരത്തെ പൈസ മേടിച്ച് സെറ്റാനുള്ള കാര്യമുള്ളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കാര്യം ചെയ്താൽ ഞാൻ അടുത്ത സമയത്ത് കള്ളനും ഭഗവതി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടായിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയനാണെന്ന് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഞാൻ ഒരു നെഗറ്റീവ് കാണുന്നില്ല സിനിമയുടെ കമൻറ്റ് ബോക്സിൽ. കള്ളനും ഭഗവതി അതിനകത്തൊരു കള്ളൻ ഭഗവതിയുടെ വിഗ്രഹം മോഷ്ടിക്കുന്നതും ഭഗവതി കൂടെ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ആ സിനിമയുടെ ഒരു രീതി. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനത് കണ്ടിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഈ പടത്തിന് എന്താ എത്ര പ്രത്യേകം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു ബംഗാളി നടിയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്, അനുശ്രയൊക്കെ ഉണ്ട്. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. എനിക്ക് ആ പടം എനിക്ക് കണക്റ്റ് ആയതില്ല. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ല നെഗറ്റീവായിട്ടൊരു കമൻറ്റ് പോലും ഇല്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടൊരു പടമാണെന്നുള്ള രീതിയിലാണ് ആ പടത്തെ ആൾക്കാർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെയും പ്രശ്നം. ഇപ്പം ഉണ്ണിമുകുന്ദൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന പടം ചിലപ്പോൾ അശ്വിൻ ഗോക്കിനെ കണക്റ്റ് ആയി കാണത്തില്ല. അതാണ് അശ്വിൻ ഗോക്ക് അവിടെ പറഞ്ഞത്. അല്ലാതെ പൈസ മേടിച്ചിട്ട് ഉണ്ണിമുകുന്ദനായതുകൊണ്ട് ഒരു പണി കൊടുക്കാമെന്നുള്ള രീതിയിലൊന്നും അശ്വിൻ ഗോക്ക് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാർക്കോയ്ക്കകത്ത് സായിയൊക്കെ ചെയ്ത പോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടതൊക്കെ എടുത്ത് വെച്ചു നെഗറ്റീവ് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഈ സിനിമയൊക്കെ കൃത്യമായ രീതിയിൽ പുള്ളിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില സിനിമകളൊക്കെ നെഗറ്റീവ് വളരെ മോശം ആൾക്കാർക്ക് കണക്റ്റ് ആവാത്ത പടത്തിനൊക്കെ പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനിടയിലൂടെ കുറച്ച് ടീമൊക്കെ വന്നിട്ട് ഉണ്ണിമുകുന്ദനിട്ട് നല്ല പണി കൊടുക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂ വന്നില്ല എന്നാലിട്ടൊരു പണി കൊടുക്കാം എന്നുള്ളതൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സംഭവം മാർക്കോയ്ക്ക് ഇട്ട് കൊടുക്കാൻ നോക്കി, പക്ഷേ ഏറ്റില്ല, ഭയങ്കര ഹിറ്റായിപ്പോയി. എന്തായാലും ഉണ്ണിമുകുന്ദൻ ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. ആൾക്കാരുടെ അഭിപ്രായം അറിയാലോ. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കാം.